ഹലോ. അപ്പം ഇന്ന് രാവിലെ തന്നെ മോളൊക്കെ ഉറക്കത്തിൽ നിന്ന് എടുത്തുകൊണ്ടാണ് കേട്ടോ ഈ യാത്ര. മോൾ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, എൻ്റെ തോളിൽ കടന്നിങ്ങനെ ഉറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ എടുക്കാമെന്ന് പറഞ്ഞാൽ ഇന്നിപ്പാക്ക് രാവിലെ തന്നെ ഒരു ബോഡി ചെക്കപ്പ് ഉണ്ട്. അപ്പോൾ വെറും വയറ്റിൽ ഭക്ഷണമൊന്നും കഴിക്കാതെ വേണം ചെക്കപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞങ്ങൾ വണ്ടൂർ എന്ന സ്ഥലത്തേക്ക് ഇങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളെ വീട്ടിലാകുമ്പോൾ നമുക്ക് ഉമ്മാരൊന്നുമില്ല നിൽക്കുമ്പോൾ ഇടങ്ങാറല്ലേ. അപ്പോൾ ഞങ്ങളും കൂടെ പോവുകയാണ് ഇത്. രാവിലെ നേരത്തെ നീച്ച് പോവുകയാണ്. പിന്നെ എൻ്റെ ഉമ്മാൻ്റെ വീടും കൂടി വണ്ടൂരാണുള്ളത്. അപ്പോൾ അവരെയും കൂടി ഒന്ന് കാണാമെന്ന് കരുതി. കുറച്ച് നേരം വരെ ചെക്കപ്പൊക്കെ കഴിയുമ്പോഴത്തേന് അവരോടൊന്ന് സംസാരിച്ച് കുറേ അതിൽ കണ്ടിട്ട് ഞാൻ കുറേ ആയിക്കൊണ്ട് പോയിട്ടോ. അപ്പം അവരെയൊക്കെ ഒന്ന് കണ്ടു പോരാതി കണ്ട് അങ്ങനെ അവരെ കൂടെ പോവുകയാണ് കേട്ടോ ഞാൻ. എൻ്റെ ഉമ്മക്ക് 3 ബ്രദേഴ്സാണ് കേട്ടുള്ളത്. അപ്പോൾ അവരെ വീടൊക്കെ അടുത്തടുത്താണ്. ഒന്ന് കുറച്ച് ദൂരത്താണ്, കുറച്ച് പറഞ്ഞാൽ അധികം ദൂരമൊന്നുമില്ല. അപ്പോൾ അവരെയൊക്കെ ഒന്ന് കാണണം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ തറവാട് വീട്ടിലേക്ക് എത്തിട്ടോ, ഉമ്മാൻ്റെ വീട്ടിലേക്ക് എത്തി. കുറച്ച് താഴേക്ക് ഇറങ്ങണം കാറ് നിർത്തിയിട്ട്. എന്നിട്ട് അങ്ങനെ അവിടെ എത്തിട്ടോ. അവിടെ എത്തി അമ്മായി ഉണ്ടാക്കിയ ചായയും പത്തിരിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കുടിച്ചിട്ടോ. അതൊക്കെ പിന്നെ പത്തിരി കോഴിക്കറി ആയിരുന്നു. അതൊക്കെ നല്ല ടേസ്റ്റിനുണ്ട്. അതൊക്കെ കുടിച്ചിങ്ങടെ ഇങ്ങനെ കുറച്ച് നേരം ഷട്ടിലൊക്കെ കളിച്ചിങ്ങണ്ട് പിന്നെ ഞാൻ കളിച്ച് വളർന്ന വീടല്ലേ. ഇപ്പം ആ വീടൊന്നുമല്ല കേട്ടോ, വീടൊക്കെ പുതിയത് കയറ്റിയതാണ്. ഇപ്പം എന്നാലും തറവാട് വീട് വേക്കിലുണ്ട്. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. അതുപോലെ ഓരോരോ വല്യമ്മാൻ്റെ ഓരോ കൃഷികളൊക്കെ ഇങ്ങനെ കണ്ടുട്ടോ. ഇമ്മമ്മക്കിപ്പോൾ വലിയ സുഖമില്ലാതെയൊക്കെ ഉണ്ട്. അത് ഉമ്മമ്മ കുഴിച്ചിട്ട് തന്നെയാണോ അതോ വെറുതെ ഉണ്ടായതാണോന്ന് എനിക്കറിയില്ല കേട്ടോ, ഞാൻ ചോദിച്ചിട്ടില്ല. എന്തായാലും ഇഷ്ടം പോലെ കുരുമുളക് ഉണ്ട് കേട്ടോ. കുരുമുളക് വെള്ളിയാണ് ഇട്ടത്. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കുരുമുളക് കാണാൻ. എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ, കണ്ടിട്ട് ഭയങ്കര ഒരു ഇഷ്ടം തോന്നുക. അങ്ങനെ ഞാൻ അതൊക്കെ ഇങ്ങനെ കണ്ട് കൂടെയൊക്കെ ഇങ്ങനെ പോയിട്ട് ഇതാണ് കേട്ടോ പഴയ തറവാട് വീട്. അന്നൊക്കെ അത് വലിയ വീടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇതൊക്കെ കാടൊക്കെ കെട്ടി മറ്റിങ്ങോട്ട് പുതിയ വീടിൻ്റെ ബാക്കിലാണ് കിടക്കുന്നത് കേട്ടോ. അന്നത്തെ കുളിമുറിയാണ് കേട്ടോ. കുളിമുറി കിണർ അതൊക്കെ അതിൻ്റെ തൊട്ട് ബാക്കിൽ തോടുണ്ടായിരുന്നു കേട്ടോ. തോടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ എന്താ വീതി കുറഞ്ഞ പോലെ. ഞങ്ങൾ ചെറിയ കുട്ടിയാണ്, ഞങ്ങൾ അയൽവാസി കുട്ടികളും വേറെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒക്കെ കുടുംബങ്ങളാണ്. ഞങ്ങൾ ഇതിൽ മീൻ പിടിക്കുകയൊക്കെ ചെയ്തിരുന്ന സ്ഥലമാണ് കേട്ടത്. അപ്പോൾ ഇതിലെന്താ വെള്ളമൊക്കെ കുറവുണ്ട്. അതേപോലെ ഒരുപാട് മരങ്ങളുണ്ട്. പുളിമരം, പിന്നെ മാങ്ങ, മൂച്ചി, അങ്ങനെ പ്ലാവ്, അങ്ങനെ ഒരുപാട് മരങ്ങളൊക്കെ ഈ തൊടുവിലുണ്ട് കേട്ടോ. കുറേ കാലമായിട്ട് ഞാൻ അതൊക്കെ കണ്ടിട്ട്. പണ്ട് എപ്പോഴും കളിച്ച് വളർന്ന സ്ഥലമായിരുന്നു ഇത്. പിന്നെ ഒരു കൈപ്പക്ക വള്ളി, ഇതും തന്നെ ഇതിമ്പോൾ കൈപ്പക്ക കാണുന്നുണ്ട് കേട്ടോ. അതുപോലെ ഇതും തന്നെ കുഴിച്ചിട്ടതാണോ അതോ വെറുതെ ഉണ്ടാകുമെന്നറിയില്ല. മഞ്ഞളിൻ്റെ ചെടികൾ കേട്ടോ. ഞാൻ അതൊക്കെ കണ്ടു കഴിഞ്ഞൊരു 10 മണിയായപ്പം 10-11 മണിയായപ്പോൾ കുറച്ച് അമ്മ ഉണ്ടാക്കിയ നാടൻ ചോറും അച്ചാറും മീൻ വറ്റിച്ചതേന്ന് കേട്ടോ. അതും പയറൊക്കെ കൂട്ടിങ്ങാണ്ട് കുറച്ച് ചോറ് കഴിച്ചു കേട്ടോ. ചോറൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ അവിടുന്ന് വേറൊരു അമ്മോനുണ്ട് കേട്ടോ. ആ അമ്മോൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അവിടേക്ക് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ ചെല്ലാമെന്ന് പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അവരുടെ അടുത്തേക്ക് പോയിട്ടോ. അവിടെ കുറച്ച് ദൂരം പോകണം കേട്ടോ. ഏകദേശം 1 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട്. അപ്പോൾ ഞങ്ങളങ്ങനെ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. പോകുന്ന വഴിക്ക് ഞാൻ പഠിച്ചിരുന്ന മദ്രസൊക്കെയാണ് ഈ കാണുന്നത് കേട്ടോ. അതൊക്കെ ഇങ്ങനെ കണ്ടൊരു പഴയ ഓർമ്മയൊക്കെ ഇങ്ങനെ വന്ന് അങ്ങനെ പോവുകയാണ്. ഞങ്ങൾ അവിടെ എത്തിട്ടോ. അവിടെ എത്തി കണ്ടത് അവിടെ വലിയ അമ്മൂൻ്റെ വീടാണ്. അമ്മൂൻ്റെ വീട്ടിലെത്തി. അവിടെ അമ്മൂൻ്റെ മക്കളും എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ അവരോട് കുറേ നേരം സംസാരിച്ചിരിക്കാതിങ്ങാണ്ടാണ് വന്നത് കേട്ടോ. അപ്പോൾ അമ്മ അവിടെ ചോറൊക്കെ ഉണ്ടാക്കിയിരുന്നു, മന്തിയൊന്നും ഉണ്ടാക്കിയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ മന്തിയൊക്കെ കഴിച്ചങ്ങാണ്ട് അവിടുത്തെ കുട്ടികളും എൻ്റെ കുട്ടിയൊക്കെ ഒരുമിച്ച് കുറേ സമയം കളിച്ചിരുന്നു. ഭയങ്കര രസമായിരുന്നു കേട്ടോ ഇവിടെ കളിയൊക്കെ കാണാൻ. അവർക്കും തന്നെ അവരെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി, ഭയങ്കര ഇഷ്ടമായി. ടോയ്സ് കൊണ്ടൊക്കെ ഇങ്ങനെ കളിക്കുകയാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും അമ്മോനും ഞങ്ങളെല്ലാവരും കുറച്ച് നേരം സംസാരിച്ചിരുന്ന് പഴയ കാര്യങ്ങളും ഓരോ കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞ് കുറേ ദിവസമായിട്ട് അമ്മയുടെ വീട്ടിലേക്കൊക്കെ വന്നിട്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞങ്ങാണ്ട് വീണ്ടും വീട്ടിലേക്ക് തന്നെ മടങ്ങാണ് കേട്ടോ. കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഇവരൊക്കെ അപ്പോൾ കാണുന്നതും സംസാരിക്കുന്നതും. കുറേ നേരം സംസാരിച്ചൊക്കെ ഇരുന്നു, ഒപ്പം ഭക്ഷണമൊക്കെ കഴിച്ചു. അങ്ങനെ മടങ്ങിയപ്പോൾ ഭയങ്കര സന്തോഷവും അവരെ പിരിഞ്ഞ സങ്കടമൊക്കെ ആയിട്ടാണ് ഞങ്ങൾ മടങ്ങുന്നത് കേട്ടോ. ഒരു ചെറിയൊരു വിഷമം മനസ്സിന് കേട്ടോ.
പണ്ട് കാലങ്ങളിലൊക്കെ എപ്പോഴും ഒരുമിച്ച് കണ്ടതും കളിച്ചതും വളർന്ന വീടൊക്കെ അല്ലേന്നു. അപ്പോൾ ഭയങ്കര ഒരുപാട് വല്യപ്പല്ല, വല്യപ്പ മാത്രമേ ഉള്ളൂ ഉള്ളത്. വല്യപ്പൊക്കെ മരിച്ചു പോയി. വല്യപ്പ എന്നിട്ട് എന്നെ ശരിക്കും നോക്കിയതും വളർത്തിയെന്നൊക്കെ. അപ്പോൾ ആ ഒരു ഓർമ്മകളൊക്കെ ആയിട്ട് അങ്ങനെ ഒരു സങ്കടമൊക്കെ ആയിട്ട് ഞങ്ങൾ മടങ്ങുകയാണ് ഞാൻ. അപ്പോൾ വരുന്ന വഴിക്ക് പിന്നെ ഫുഡ് കഴിക്കണമല്ലോ. അപ്പോൾ ഫുഡ് ഇനി വീട്ടിൽ നിന്നല്ല കഴിക്കണത്. അപ്പോൾ വീട്ടിലൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും വാങ്ങാൻ എഴുതിട്ടോ, വാങ്ങാൻ എഴുതിങ്ങൾ നല്ല ഹോട്ടലിൽ എന്തെങ്കിലും ഉണ്ടോ എഴുതിങ്ങണ്ട് ഇങ്ങനെ നോക്കി പോരുന്നു. പിന്നെ അവിടെ ഇരുന്നങ്ങാണ്ട് കഴിക്കണില്ല കേട്ടോ. രാവിലെ പോയതല്ലേ, രാവിലെ നേരത്തെ നീച്ച് ഭക്ഷണം കൂടി കഴിക്കാതെ പോയതാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു ക്ഷീണവും കുഴക്കമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ വീട്ടിലൊക്കെ പോയിട്ടൊന്ന് ഫ്രഷ് ആയിട്ട് വീട്ടിലിരുന്നിട്ട് ഭക്ഷണം കഴിക്കാൻ എഴുതിട്ടോ. അപ്പോൾ ഞങ്ങൾ അടുത്തുള്ളൊരു ഹോട്ടലിലേക്ക് വിളിച്ച് പറഞ്ഞു എന്തായാലും ഞങ്ങൾ എത്തുമ്പോഴത്തേന് ഫുഡ് എടുത്തേക്കണം എന്നാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. ഞങ്ങളെ വീടിൻ്റെ അടുത്തുള്ളൊരു ഹോട്ടലാണ്. അവിടുന്ന് ചില്ലി ചിക്കനും പൊറാട്ടയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. ഉച്ചക്കൊക്കെ നല്ല ഭക്ഷണം കഴിച്ചതല്ലേ. അപ്പോൾ ഞങ്ങൾ അതൊക്കെ ഓർഡർ ചെയ്തെങ്ങാണ്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു അതിപ്പോൾ കൊണ്ടുവരോളം. അപ്പോൾ ഞങ്ങളത് അവിടെ കണ്ട നല്ല ഭംഗി കേട്ടോ. മരത്തുമ്പോൾ കുറച്ച് കിളികളും ബട്ടർഫ്ലൈക്ക് ലൈറ്റ് എത്തണമൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കണം, നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് വീഡിയോ എടുത്തിട്ടോ. അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായോ ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഓക്കെ, ബായ്.